നബിതങ്ങളുടെ ഖബർ പൊന്തിച്ചിട്ടില്ല എന്നാ വാദം. എടോ, നിഷേധിക്കാൻ പറ്റുമോ? എന്നൊക്കെ സൗദി ഗവൺമെന്റിൽ വലിയ സ്വാധീനാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ റൂമിലെ ലൈറ്റ് ഒന്ന് ഇടിയിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. ഇപ്പോഴും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളത്തുൽ മുശറഫ ഉൾക്കൊള്ളുന്ന ആ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ ബാക്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ മേൽ ബുറുദയുടെ വരി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയാൽ നമ്മുടെ മടവൂരിലും മറ്റും ഉള്ളതുപോലെ ഉയർത്തിക്കെട്ടിയത് ഇപ്പോഴും കാണാം. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കിയാൽ അവിടുന്ന് കാണാം. ഇനി ഞാൻ ഈ പറഞ്ഞത് എന്റെ വകയെന്ന് വേണ്ട, സൗദി ഗവൺമെന്റ് അത് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ കണ്ടിരുന്ന കാലഘട്ടം ഹിജ്റയുടെ 80ാമത്തെ വർഷം വരെയാണ്, അഥവാ 1350 വർഷം മുമ്പ് വരെയാണ്. ഹിജ്റയുടെ 80ാമത്തെ വർഷം വരേക്കും കണ്ടിരുന്നു. ആ കണ്ട കാലഘട്ടങ്ങളിൽ അതിന്റെ കോലം ബുഖാരിയിലുമുണ്ട്, കിതാബുൽ ജനായിസിലുണ്ട്. ഖബറുകൾ പൊക്കിക്കെട്ടപ്പെടാതെ ചിറൽക്കല്ലുകളെ കൊണ്ട് വിതരപ്പെട്ടതായിട്ട് മൺകൂനകളായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ബുഖാരിയിൽ കാണാം. ആ കോലമുള്ള കാലഘട്ടത്തിലാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഭരണകൂടം വരുന്നതും അദ്ദേഹം ഈ 3 ഖബറുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ വലയം ചെയ്തിട്ട് വൻമതിൽ കെട്ടുന്നതും. ഈ വൻമതിൽ കഅബത്തിന്റെ കെട്ടിടം പോലെയുള്ള കരിങ്കല്ല് കൊണ്ടുള്ള വൻമതിലാണ്. ആ വൻമതിൽ 5 കോണാണ്. അതിന് ആ 5 കോണുള്ള വൻമതിലിന്റെ മീതെ വിരിയിട്ടിട്ടുണ്ട്. ആ വിരിയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണുക എന്നല്ലാതെ ഖബർ 1350 കൊല്ലമായിട്ട് ആരും കണ്ടിട്ടില്ല. അത് കാണാനൊരു ചാൻസുമില്ല. അതിന്റെ പരിസരത്തിലുള്ളതായ സ്ഥലങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ അകത്ത് ജോലി ചെയ്തിരുന്നതായ കാലഘട്ടങ്ങളിൽ ഹുസൈൻ രാജാവിനെ പോലത്തെ നേതാക്കൾ വരുമ്പോൾ ആ വാതിലുകൾ തുറന്നു വെച്ചാൽ അതിൻ്റെ അകത്ത് കടന്നു പോകുന്ന കാഴ്ചകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് 6 കൊല്ലം ജോലി ചെയ്ത ആളാണ്. പക്ഷേ ഖബർ നേരിട്ട് കാണാനുള്ള ഒരു ചാൻസുമില്ല. എത്രത്തോളം ഇബ്നുൽ ഖയ്യിം പറയുന്നത് 3 മതിൽക്കെട്ടിന്റെ അകത്താണ് റസൂലുള്ളാഹിയുടെ ഖബർ സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ മതിൽക്കെട്ട് ആയിഷാന്റെ വീട്, രണ്ടാമത്തെ മതിൽക്കെട്ട് വലീദ് ഉണ്ടാക്കിയതായ 5 കോണുള്ളതായ വൻമതിൽ, മൂന്നാമത്തെ മതിൽക്കെട്ട് നിങ്ങൾ ഈ കാണുന്ന ഖാലഊൻ സാലിഹ് എന്ന രാജാവിന്റെയും അതിനുശേഷം ജീവിച്ച രാജാക്കന്മാരും തുർക്കി രാജാക്കന്മാരും കെട്ടിയതായ ഇരുമ്പ് വേലി, പുറത്ത് നാം കാണുന്ന ഇരുമ്പ് വേലി. അങ്ങനെ വളരെ ഭദ്രമായിട്ട് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് എന്റെ ഖബറിനെ ജനങ്ങൾ പൂജിക്കുന്ന ആരാധനാലയമാക്കി മാറ്റരുതേ റബ്ബേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന ഫലമാണ് അങ്ങനെയാവാൻ കാരണമെന്ന് മഹാനായ നമ്മുടെ ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് 62 കണ്ടു എന്ന് പറയുന്നതായ തത്വം അത് പച്ചക്കള്ളമാണ്. 62 പോകട്ടെ, 1300 പരം വർഷമായിട്ട് ആരും കണ്ടിട്ടില്ല. അതെ ഈ വൻമതിലിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു സൈഡ് തീപിടുത്തത്തിൽ തകർന്നിരുന്നു 9ാം നൂറ്റാണ്ടിൽ. ആ തകർന്ന കാലഘട്ടത്തിൽ റിപ്പയർ ചെയ്യുന്നവർ കണ്ടു കാണും എന്നല്ലാതെ നേർക്ക് നേരെ പൊതുജനങ്ങൾക്ക് കാണാനുള്ളതായിട്ട് ഈ പറഞ്ഞ തീയതിയിൽ സകലം ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് പച്ചപരമാർത്ഥം. ഇത് ലോകത്തോട് ധൈര്യസമേതം നിങ്ങൾക്ക് വ്യക്തമായി വെല്ലുവിളിച്ച് പറയാം. മദീന ചരിത്രത്തിലെ താളുകൾ എന്ന മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതായ ഇവിടുത്തെ അൽ ഹാഫിൾ എന്ന കുടുംബക്കാരൻ എഴുതിയതായ അൽ മദീന പത്രത്തിന്റെ എഡിറ്ററായിരുന്ന, അതിന്റെ ഓണറായിരുന്ന, ഉടമയായിരുന്ന ആ വ്യക്തി എഴുതിയതായ പുസ്തകം ഇംഗ്ലീഷിൽ, ഉറുദുവിൽ, ഫ്രഞ്ചിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറബിയിൽ, മലയാളത്തിൽ പട്ടണത്തിൽ കിട്ടും. അത് ഈ മദീനയിൽ തന്നെ സ്ഥിരതാമസക്കാരായ മദീനക്കാരെഴുതിയ പുസ്തകമാണ്. അതിൽ ഞാൻ ഈ പറയുന്ന വിശദീകരണവും കാണാവുന്നതാണ്.